ഇന്ന് നമുക്ക് കുട്ടികളൊക്കെ അഡിക്റ്റായി പോകുന്ന ഒരു കിഡിലൻ ഐറ്റം നോക്കിയാലോ. കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവരും കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും, നമുക്ക് നിർത്താൻ തന്നെ പറ്റില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സോയാബീൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതൊരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് കൈവച്ച് പിഴിഞ്ഞിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ടും ആ ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഇടേണ്ടത് 2 സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ്. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് കടലപ്പൊടിയാണ് വേണ്ടത്. അപ്പം അതും ഒരു 1-2 സ്പൂൺ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് സുറുക്കയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിട്ടിട്ടുള്ള ആ ഒരു പൊടികളും എല്ലാം തന്നെ ഈ എല്ലാ സോയാബീനിലേക്കും ആവുന്ന രീതിയിൽ നമുക്ക് കൈ വെച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും ഈ ഒരു സ്നാക്സ് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന സ്നാക്സിനേക്കാളും നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ചിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നമ്മൾ ഈ കുർക്കുറയും ലൈസും അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലെക്സ് ആണ്. കോൺഫ്ലെക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബ്രെഡ് ക്രംസ് ആയാലും മതി. കോൺഫ്ലെക്സ് ആകുമ്പോൾ കുറച്ചും കൂടി കർമുർ അങ്ങനെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ കോൺഫ്ലെക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഇത് കുറച്ച് ഇട്ടിട്ട് അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുത്താണ്ടല്ലോ, അടിപൊളി സംഭവം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതുവരെക്കും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബായ്.